വഴിയാണ്. ഞാൻ അപ്പുറത്ത് അത് 2 വഴിയുണ്ട് ഈ ഒരു വില്ലേജിനകത്ത്. അത് നമ്മളുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലൊക്കെ നെല്ലുണ്ടല്ലോ നമ്മൾ പൊടി പാറ്റുന്നത്. ഹായ് ചെയ്യുമാരെല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം. വെയിലത്തെ കണ്ണിക്കാണ് എവിടെ നിന്നാലും ഉണ്ടാവും. വണ്ടീൻ്റെ അത്ര ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ കിടന്നുറങ്ങിയ നീറ്റ് നമ്മുടെ ബെഡൊക്കെ സെറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ ദാബയിലാണല്ലോ ഇന്നലെ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാബയിൽ നിന്നും ചായ കുടിക്കാന്നാണ് ഞാൻ കരുതുന്നത്. ദാബയിൽ നിന്ന് ചായ കുടിക്കുക, പോവുക. സേലം 22 കിലോമീറ്റർ അകലെ. സേലം നമ്മളിപ്പോൾ തന്നെ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ നോക്കണം. എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചില്ല. അതെന്തായാലും സേലത്തേക്ക് പോട്ടെ. സേലത്തിൽ എന്താ പ്രത്യേകിച്ച് ഇറങ്ങണമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ ഏറക്കാട് ഭാഗത്തേക്ക് പോകും, ഇല്ലയെന്നാണെങ്കിൽ വാർത്തൂർ ഭാഗത്തേക്ക് പോകും. ഏത് ഭാഗത്തേക്കാണെന്നുള്ളത് ഞാനിങ്ങനെ പോകണ വയ്ക്കും ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും. കാരണം ഞാൻ അതൊക്കെ നൈറ്റിൽ പ്ലാൻ ചെയ്ത് വെക്കും. രണ്ട് ഏരിയ വെക്കും. അതിലേതാ വേണ്ട വെച്ചാൽ രാവിലെ അപ്പത്തെ മനസ്സരിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. എത്ര ദിവസം അങ്ങനെ ആവുന്നു. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് തരിക. ഞാൻ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി പോകണം. പോയൊക്കെ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് അറിയാമല്ലോ. സമയം 8:10 ആവാനായിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളത് ആളു പൊറോട്ടയാണ്. അപ്പോൾ അല്ലെങ്കിൽ ആളു അതിൽക്കൂടെ തൈര്, പിന്നെ ഇവരുടെ ഉള്ളി. രാജസ്ഥാനികളാണ് കേട്ടോ, രാജസ്ഥാനികളാണ്. ഈ യാത്രയിൽ ഇന്നാണ് കേട്ടോ ഇത്ര നേരം വൈകി ഇറങ്ങുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. ഞാൻ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 7 മണി ആ റേഞ്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 1.5 മണിക്കൂർ ലേറ്റാണ്. 8:35 പിന്നെ ഞാൻ രാവിലെ വണ്ടിന്റെ ഓയിലൊക്കെ ഒന്ന് നോക്കിട്ടോ. വണ്ടി ഓയിലൊക്കെ ഫുള്ളാണ്. ഈ പുക വരുന്നത് അത് ഓയിൽ കത്തുന്നതല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓയില് ഒന്നും സംഭവിക്കുന്നില്ല, ഓയിൽ ഓക്കെയാണ്. ഇത് NH44 ആട്ടോ. NH44 നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് സേലം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പക്ഷെ നമ്മൾക്ക് തിരിഞ്ഞു പോകാനുണ്ട്. അതുപോലെ തന്നെ സേലത്ത് ജഗുർമല എന്ന് പറഞ്ഞ മലയുണ്ട്. ഞാൻ പോകണമെന്ന് കരുതിയായിരുന്നു. ജഗുർമല എന്ന് പറയുമ്പോൾ കുറച്ച് ട്രൈബൽസ്, 2 ട്രൈബൽസ് വില്ലേജ് ആണ്. ഒന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്തതിന്റെ കാരണം അത് ഭയങ്കര ടൈറ്റ് റോഡാണ്, നല്ല കുത്തനെയുള്ള റോഡാണ്, ചുരമാണ്. പുതിയ വഴി ഉണ്ടാക്കിയതാണ്. 2023 അവിടേക്ക് കറണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു റേഷൻ കട വരുന്നത് ഏതാണ്ട് ആ ഒരു ടൈമിലൊക്കെ തന്നെയാണ്. സേലം സിറ്റിന്റെ ഉള്ളിൽ പോകണമെങ്കിൽ ഇതിലെ പോയാൽ മതി കേട്ടോ. നമ്മൾ സേലം സിറ്റിന്റെ ഉള്ളിലല്ല, ഇതിന്റെ തിരിഞ്ഞ് അർണോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അത് തന്നെ ഒരു മലയാണ്, അർണോത്ത് മല. ഈ അർണോത്ത് മലയിൽ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. നമ്മളാദ്യമായിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നതേ ഉള്ളൂ. ഇവിടുന്ന് കന്യാകുമാരി അത് നമ്മൾ പോണ വഴിയായിരുന്നു. പിന്നെ മധുരൈ 255, പോണ്ടിച്ചേരി 220, ഉളുണ്ടൂർപേട്ട് അതിന്റെ കിലോമീറ്റർ നോക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഉളുണ്ടൂർപേട്ട് എന്നൊക്കെ വായിച്ചപ്പത്തിന് ഞാൻ കുഴങ്ങി. അതായത് സേലത്തിൽ നിന്ന് ഈ റൂട്ട് തന്നെയാട്ടോ ചെന്നൈ റൂട്ട് എന്ന് പറയുന്നത്. ചെന്നൈ ഹൈവേയിലാണ് നമ്മളുള്ളത്. ഈ ചെന്നൈ ഹൈവേ നമുക്കൊന്ന് ഇറങ്ങാനുണ്ട്. ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇതിൽ കാണിക്കണത്. ഇത് മിന്നമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഞാൻ ലെഫ്റ്റിലോട്ട് കയറും കേട്ടോ. മിന്നമ്പള്ളിയിൽ നിന്നും ലെഫ്റ്റിലോട്ട് കയറുവാണ്. ആകെ ഓർമ്മടി. മിന്നമ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് ഈ റോഡ്. ഇതൊരു വലിയൊരു വില്ലേജ് ഏരിയ ആണത്. ഇതിലൊക്കെ ധാരാളം വീടുകളുണ്ട്. കണ്ടാ, ഒരു വലിയൊരു വില്ലേജ് ഏരിയ ആണ്. കുട്ടികളൊക്കെ പോകണമൊക്കെ. വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ എടുക്കാം. ഇതാരാ NTR. ഒരുപാട് സ്റ്റാച്യു കാര്യങ്ങൾ, വീടുകളൊക്കെ ഉണ്ടോ, ഓടിട്ട വീടുകളാണ്. ഇപ്പൊ ഇത് അടുത്തൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് ഗ്രാമങ്ങൾ തന്നെയാണ്, ഗ്രാമീണ ആളുകൾ. ഇവിടെ ആരുടെയൊക്കെ ചോദിക്കേണ്ടി വരും നമുക്ക്, അർണോത്തിലേക്കുള്ള വഴി തന്നെയാണോ എന്നുള്ളത്. പല കൂട്ടമായിട്ട് കിടക്കുന്ന തരത്തിൽ വില്ലേജുകളുണ്ട്. ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലമാണ്. ഒരു സ്കൂളാണ് കേട്ടോ, ഒരു LP സ്കൂളാണ്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്, ചെങ്ങൈമാരെ വീടുകൾ. തമിഴ്നാടൻ ഗ്രാമീണതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
ചെങ്ങന്മാരത്ത് നമ്മൾ ഏതോ ഒരു മെയിൻ റോഡ് കൊണ്ടുവന്ന് ചാടിച്ചു കേട്ടോ. നമ്മളൊരു മെയിൻ റോഡിലേക്ക് കയറിപ്പോ. അപ്പൊ ഇതാവും ശരിക്കുള്ള അർണോത്ത് മലയിലേക്കുള്ള വഴി. നമ്മളപ്പോൾ ഈ റോഡിന് കയറിയിട്ടേ കുറച്ച് കയറിയിട്ട് ഞാൻ നിർത്തി. ഇവിടെ നല്ലൊരു കാളക്കൊമ്പുണ്ട്. നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടി, പക്ഷേ ഇത് അടയാണ്. തുറന്നിട്ടൊരു കാര്യമില്ല, ചൂട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനിവിടെ ഒരു ശീല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ എന്താ പറയുക, ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവമാണ്. ഇതൊരു ചെറിയൊരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ ഇവർ പ്രോഗ്രാം ഉണ്ടാവും. ആ ടൈമിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് എല്ലാ വർഷവും ഇവർ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യും. വേണ്ടോ എന്തായാലും അയ്യാ അപ്പടിയാ സുത്തിപ്പാക്കലാമാ. എല്ലാത്തിനും അനുവാദം കേൾക്കുന്നത് നല്ലതല്ലേ. ഒക്കെ മണ്ണ് കൊണ്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ ഇത് ആരോടെ സ്ഥലം സമ്മതിക്കുക? പെരിയാണ്ടിസ് എന്ന് പറയുന്ന ഒരു ശിലയാണ്. പക്ഷെങ്കിൽ കയ്യിൽ ശൂലമുണ്ട്, തലയിൽ പാമ്പുണ്ട്, അങ്ങനെയൊക്കെ. എന്താ പറയുക, എനിക്ക് ചിലത് ഒരു പറയണം മനസ്സിലാവണില്ലേ. ഒരു ഉള്ളത്തെ സംഭവങ്ങളൊന്നും എനിക്ക് മനസ്സിലാവണില്ല, ഒരു ഉൾവാക്കുകളൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കാസർഗോഡ് വരെ പോകുമ്പോൾ പല രീതിയിലല്ലേ സംസാരം. എന്നതുപോലെ തന്നെ ഉണ്ടോ, ഇത് കിരീടമാണ്. സൂപ്പറായില്ലേ, കൊള്ളാം. അങ്ങനെ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ലൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. ഞാൻ ഇവിടെ നിന്ന് ഒരു കുറച്ചുകൂടി ദൂരം പോകണം. ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് പോകുക തന്നെയാണ്. ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയാണ്. ആ കൂട്ടത്തിൽ ഡോറ് തുറന്നിട്ടതാണ്. അപ്പോൾ ഇവരുടെ കുടുംബക്ഷേത്രം കേട്ടോ അത്. ചെങ്ങൈമാരെ ഈ ഒരു ഏരിയ, ഈ അർണൂത്തിലേക്ക് പോകുന്ന ഈ റൂട്ട് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ കുറച്ചു നേരം വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടാണ് പോരുന്നത്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു വെള്ളക്കെട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് വെച്ചാൽ ഒരു ചെറിയൊരു ലേക്ക് പോലെ കിടക്കുന്ന, അല്ലെങ്കിൽ മുമ്പ് മണ്ണെടുത്ത് വെള്ളം കൂടി നിൽക്കുന്നത് പോലെയൊക്കെ തോന്നണം. ഒഴുക്കൊന്നും കാണാനല്ല, ഒഴുകി പോകുന്ന ഒരു നദിയൊന്നുമല്ല. ഈ വഴി പോകുന്നത് മുഴുവനും ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ്. ഇതിപ്പോ നമ്മള് ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നടുപ്പട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ്, ഒരു ഗ്രാമത്തിലേക്കാണ്. നടുപ്പട്ടിയിലേക്ക് അത്യാവശ്യം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ തന്നെയാണ്. അതൊക്കെ ഒരു കരിമ്പ് ജ്യൂസ് അടിക്കാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണാൻ പറ്റും. നല്ല കരിമ്പ് ജ്യൂസാണ്. അതുപോലെ തന്നെ പിന്നെ വേറെന്താ ഉള്ളതാവോ. ഈ മെഷീൻ കണ്ടെങ്കിൽ ഇത് അജാന മെഷീനാണ്. വലിയൊരു മെഷീനാണ്. വലിയ മെഷീൻ. നമുക്ക് പുറത്തേക്ക് കൊടുക്കും. അത് ഞങ്ങളുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റത്തെ തോന്നുന്നു മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് ഇവിടെ വെച്ച് അവിടെ വെച്ച് ഭൂമിദേവിക്ക് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഐസ് കൊഞ്ചുണ്ട് പോലും. ഇത് മെഷീനെങ്ങന്മാരത് വലിയ മെഷീനാണല്ലോ. ഇത് ഡീസലാ? ഇത് ഉങ്ക വീടാ? അത് അതെയാ, അദ്ദേഹത്തിൻ്റെ വീടാട്ടോ. ഫുള്ള് ഷീറ്റൊക്കെ കിട്ടി ടൈറ്റാണ് വീട്. ഇതിലുള്ള കരിമ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ തനിയാങ്കളാ നീങ്ക? തനിയാ இருக்கீங்களா? അങ്ങോട്ടാ? ആ പിന്നാടി ബാക്കിൽ വീടുണ്ടല്ലേ? அந்த பூச்செடியா? அதுக்கு பக்கத்துலையா? ஓ சரிங்க. நான் கேரளா. அப்படியா? ഏതായാലും കൊള്ളാം, നല്ല പരിപാടി. ഒരു ചെറിയൊരു സംരംഭമാണ്. கம்பஞ்சோறான போகிறோம். இது எப்படி சாப்பிட்றது? கரைச்சி இப்படியே சாப்பிட்றதா? கரைச்சி உப்பு போட்டு கரைச்சி. அப்படியா? நல்லாயிருக்கும். எவ்வளோ அது? 25 ரூபா. 21 ரூபா. 25. எனக்கு 25 ரூபாய்க்கு வேணாம். ஒரு கொஞ்சம் சாம்பிள் பண்ணுறதுக்கு தரேங்க. 25 ரூபா நான் தரேன். அப்படியா? 25 റുപ്യക്കൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്നാലും കമ്പഞ്ചോറാണ് പോലെ. കമ്പഞ്ചോറ് തിന്നോക്കാം. കമ്പൻ ചോറ് കൊള്ളാം അല്ലേ? ആ ഇതെന്നത്?
മാങ്ങാവാ? ആ, ഉണക്ക മാങ്ങ, മുളക്. കമ്പഞ്ചോറ് കുറച്ച് നോക്കല്ലേ. വണ്ടി നല്ല തണുപ്പ്, നല്ല മധുരമുള്ള കരിമ്പാട്ടോ. കൊള്ളാം. പേര് എന്താ പേര്? കമ്പഞ്ചോറ് നോക്കിയാണ് വരാട്ടോ. തോൽവിക്കാണെന്ന് തോന്നുന്നു പേര്. ഏതായാലും കൊള്ളാം. അത് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ എടുക്കില്ല. പിന്നെ എന്തായാലും നമ്മൾ ദാൽ പൊറോട്ട കഴിച്ചതല്ലേ, പിന്നെ വയറ് ഫുള്ളാണ് മെയിനായിട്ടാണ്. പിന്നെ അതിൽ കപ്പയൊക്കെ നട്ടിരിക്കണം കേട്ടോ. ഇതിൽ കപ്പ കൃഷിയുണ്ട്, പനയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങ് മാത്രം അവിടെ കാണാമല്ലോ. ഇത് സംഭവം ഒരു ചോറായിട്ടല്ലേ ഉള്ളത്. ഇതിലെന്തൊക്കെ ഉണ്ടറിയോ? ഈ എന്താ പറഞ്ഞ മാതിരിയുള്ള കമ്പൻ ചോറും പിന്നെ അതിക്ക് തൈര് ഉള്ളിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പാക്ക് ചെയ്ത് തന്നേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് കഴിക്കാം. അവിടെ കിട്ടാം. അത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ പോകാം ഇവിടെ. ചെങ്ങന്മാരെ, ഞാനപ്പോൾ എത്തിയിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബേലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ബേലൂരിൽ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോകണം. നമ്മൾക്ക് ഇവിടേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അർണോത്തുമലയ്ക്ക് ബസ് കാര്യമൊക്കെ ഉണ്ട്. അർണോത്തുമല എന്താണ് അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. നമ്മളവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. ഞാൻ ഇവിടുന്ന് തിരിയും. ഇവിടുന്നാണ് നമ്മൾ അർണോത്തുമലയിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ തിരിയുകയാണ്. അർണോത്തുമല റോഡ് വീണ്ടും ഉള്ളിലോട്ട്. ഇവിടെ കണ്ടമാന ആട് കണ്ടോ? എല്ലാ കാടുമലാണ് പണിയെടുക്കണേ. ആടാണ്, ഞാൻ കണ്ടെടുത്തോളം ആടാണ് ഇവിടെ എല്ലാവരും കസാപ്പ് ചെയ്യണത്. സമയം 10:45. അടുത്തൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. അടുത്തൊരു ഗ്രാമം ഇതൊക്കെ റോഡ് സൈഡ് തന്നെ. ഇത് അല്ല ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെയാണ് വഴികളൊക്കെ പോകുന്നത്. ഞാൻ ആ മലന്റെ മേലൊക്കെയാണോ പോകുന്നത് എനിക്കറിയണില്ല. ഞാൻ പോവുകയാണ്. ഏതാണ്ട് ഇനി 18 കിലോമീറ്റർ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇട്ട് വെച്ചേക്കുവാണ്. എനിക്കറിയില്ലല്ലോ വഴിയൊന്നും. ഇനി 18 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് അമ്മായി പറയണത്. പോകുന്ന വഴിയൊക്കെ നല്ല വഴി തന്നെ കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ചില്ലറ കുണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കലിപ്പില്ല അറിയാം. നല്ല അടിപൊളി വഴി തന്നെയാണ്. ഇരുവശങ്ങളിലും നല്ല കഴുങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. കഴുങ്ങ് എന്ന് പറയുമ്പോൾ അടയ്ക്കാൻ മരം, അതുപോലെ തന്നെ തെങ്ങുണ്ട്. ഒരു വല്ലാത്തൊരു ഫീലുണ്ട് ഇത് വഴി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. ഒരുപാട് നേരമായിട്ട് ഇങ്ങനെയാണ്, വീടുകളൊന്നും ഇല്ലാതെ ഒരു പാടവക്കിന് സഞ്ചരിക്കുന്ന ഒരു പ്രതിനിധിയാണുള്ളത്. അതുപോലെ തന്നെ ആളുകൾ കൂട്ടമായിട്ട്, ചെക്കന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴാണ് ഞാൻ ബോർഡ് കാണുന്നത്. അർണോത്തുമല പെരിയ കുട്ടിമണ്ടോ. ഓ, അതിനല്ലേ പെരിയ കുട്ടിമണ്ടാവും വഴി. അതിലെങ്ങനെ കാണുന്നുണ്ട്. അത് തന്നെ ആകാം അർണോത്തുമലയിലേക്കുള്ള വഴി. ഇതിലാണ് നമ്മൾ പോകേണ്ടത്. ഇതിലെ പോയിട്ട് അങ്ങനെ കയറി പോകുന്നുണ്ടാവാം. ഞാൻ എന്തായാലും ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. വണ്ടീൻ്റെ ബാക്ക് നല്ല ചൂടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലേക്ക് കയറല്ലേ, അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഞാനുള്ളത്. അല്ലെങ്കിൽ കൂളൻ്റൊക്കെ പൊട്ടിപ്പോവും. കൂളൻ്റൊക്കെ പൊട്ടിപ്പോയാലാകെ സീനാവും. കൊള്ളാം. പിന്നെ ഇവിടെ ചെറിയൊരു കോവിലുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു വീടാണ്. ഒന്ന് ഇവിടെ ഒറ്റയും തട്ടിയായിട്ടാണ് വീടുകളിൽ. ഒന്ന് പിന്നെ അവിടെയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നുള്ളൊരു വീട്. ഇത് വീടല്ല, ഇത് വേറെ എന്തോ ആണ്. പിന്നെ അവിടെയാണ്. അങ്ങനെ ഒറ്റയും തട്ടിയൊക്കെ ആയിട്ടാണുള്ളത്. പക്ഷേങ്കിൽ ഇതൊരു ഗ്രാമം തന്നെയാണ്. അപ്പോൾ ആ ഒരു വീടൊക്കെ പക്കാ ഒരു ഗ്രാമീണ ഭംഗി തരുന്ന വീടാട്ടോ. കന്നിക്കെട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണുള്ളത്. ബ്രോ ഇത് എന്നത്? ഇത് എന്നാ ഓഫീസാർക്കിത്? ഇത് എന്നാ സ്കൂളാ? LP സ്കൂളാ അത്? ഓ, എൻ്റെ അടുത്തൂടെ പേര് കന്നിക്കെട്ടാ? കൺകെട്ടിയാല എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഞാനുള്ളത്. ഒരു സ്കൂളാണ് അവിടുത്തെ. എവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അപ്പടിയാ സ്കൂളാണ് കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഈ ഒരു വില്ലേജിക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. കൺകെട്ടിയാല വില്ലേജ്. കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് കണ്ട വീട്. ഇതെന്നാ ഡാഗിരിക്കാ? ഇതെന്നാ വീടാ? ടെമ്പിളா? அப்படியா? உங்கள் வீடு அங்கே இருக்கா? எத்தனை வீடு இருக்குங்க? ஒரு 50 வீடு இருக்கா? அப்படியா? அறுநூத்து உச்சியிலையா? ஒரு 10 கிலோமீட்டர். சரிங்க. பாய் ஃப்ரெண்ட்ஸா.
சரி நான் வரேன். சரி. உங்கள் பேர்? ഭൂപതി. ഭൂപതി. ഭൂപതിയാണ് നമുക്ക് ഇൻ്റർവ്യൂ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകരുത്, അവിടെ നായുണ്ട്, കടിക്കുമെന്നാണ് പറയുന്നത്. കടിക്കണ നായൻ്റെ അടുത്ത് നമ്മൾ പോകണ്ട. അതിലൊക്കെ മഞ്ഞളാണ് കൃഷി ചെയ്തിട്ടുള്ളത് കണ്ട. ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകുന്നില്ല. നമുക്ക് കുറച്ച് നേരം വണ്ടി ചൂടാറാൻ വേണ്ടി നിൽക്കാമല്ലോ. നമ്മളിവിടെ നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ഫോണും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഒരു കോള് പോലും നമുക്ക് പുറത്തേക്ക് വിളിക്കാനുള്ള നെറ്റ്വർക്ക് എനിക്കില്ല എന്നുള്ളതാണ്. അവിടെ BSNL ഉണ്ടാവാം. നമ്മളിപ്പോൾ അവസാനമായിട്ട് കയറിയ വില്ലേജാണത്. അപ്പോൾ ഞാനിവിടെ നിന്ന് അറുന്നൂത്ത് മല കയറാൻ വേണ്ടി പോവുകയാണ്. എത്തിയിട്ടില്ല, നമ്മൾക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്നും എത്തിയിട്ടില്ല. സ്റ്റാർട്ടിങ് പോയിന്റ് അല്ല, പക്ഷെ കയറാൻ തുടങ്ങിയിട്ടില്ല. ആ ഒരു മല നമ്മൾ കയറേണ്ടത്. ചുറ്റും മലകൾ തന്നെയാണ് കേട്ടോ. ചുറ്റും മലകളാണ്. അതുപോലെ തന്നെ ഗ്രാമീണ പ്രദേശമാണ്, ഗ്രാമീണ അന്തരീക്ഷമാണ്. കാരണം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ, നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി മറുപടി പറയുന്നു എന്നുള്ളത് മറ്റു വലിയൊരു പ്രത്യേകതയാണ്. കാരണം ചില തമിഴ്നാട്ടിലെ ചില ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സംഭവമുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒന്നുമില്ല. കൊള്ളാം. നമ്മളപ്പോൾ ഒരു കാട്ടിലേക്ക് പോകുന്ന ഒരു വൈബാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഒരു കാടിനകത്തേക്ക് കയറി പോകുന്ന ഒരു ഫീലാണ് ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാട് തന്നെയാണ്. അപ്പോൾ പോരുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഡോണ്ട് ഡിസ്റ്റർബ് വൈൽഡ് അനിമൽസ്. ഓക്കെ. കുരങ്ങനെ മാറ്റിയാണ്ട് സിംഹത്തിനെ വരച്ചിക്കണേ. കുരങ്ങനെ സിംഹം കൂടി ഒന്നാക്കി വരച്ചേക്കോടുന്നത്. അതെന്താ നന്നായി. എല്ലാം ശ്രദ്ധിച്ച് പോകണം കേട്ടോ. നല്ല പടുക്കൂറ്റം വളവുകളൊക്കെ ഉണ്ട്. പടുക്കൂറ്റം വളവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പോവാ. എയർബെൻഡൊക്കെ ഉണ്ട് കൊണ്ടു. മക്കളെ കയറ്റം തന്നെ കേട്ടോ. കയറ്റാണ്. അപ്പൊ ആ ഭാഗത്തൊക്കെ നല്ല വ്യൂ ഉണ്ട്. നമ്മൾ വന്ന ഗ്രാമവഴികളൊക്കെ കാണാം. മേലേക്ക് കയറി തന്നെയാണ് ഞാൻ. പക്ഷെ പച്ചപ്പ് ഉണ്ടായത് കൊണ്ട് ഈ മലയെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. സാധാരണ ആന്ധ്രയിൽ തമിഴ്നാട്ടിലൊക്കെ ഈ പച്ചപ്പ് കുറവായതുകൊണ്ട്, അതായത് ഇവിടുത്തെ മലനിരകളിൽ പച്ചപ്പ് കുറവായതുകൊണ്ട് കയറുമ്പോൾ തന്നെ നമ്മൾക്കൊരു എന്താ പറയാ, ഒരു ഉണങ്ങി കടിച്ച ഫീൽ ഉണ്ടാവല്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല. ആ ഉണങ്ങി കടിച്ച ഫീലൊന്നുമില്ല. നല്ല ഫീൽ തന്നെയാണുള്ളത്. കണ്ടോ മുന്നിലൊക്കെ നല്ലൊരു പർവ്വതം കണ്ടാ. അങ്ങനെയുണ്ട്. ഈ റൂട്ടിനെ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കേസ് ഈ റോഡിന്റെ വീതിയാണ്. റോഡിന്റെ വീതി എന്ന് പറഞ്ഞാല് 2 വണ്ടി വന്നു കഴിഞ്ഞാല് നമുക്ക് മാറി നിൽക്കാൻ പോലും വലിയൊരു ഗ്യാപ്പില്ല. ഇവിടെയൊക്കെ പിന്നെയും കുറച്ച് വീതി ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെയും കുറച്ച് വീതിയുണ്ട്. ആ സൈഡിലേക്കാണ് വ്യൂ. ആ സൈഡിലേക്കാണ് കാഴ്ച, കാണേണ്ട കാഴ്ചകളൊക്കെ ഉള്ളത്. കാരണം അതാണ് താഴെ ഭാഗം. അവിടെ നല്ല രസമാണ് കാണാൻ. മുക്കി ഇങ്ങനെ കയറാണ്. തേടാണ്, കുഴപ്പമൊന്നുമില്ല. തേടിൽ അങ്ങനെ കയറി പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്. ഞാൻ നിന്ന സ്ഥലം അവിടെയായിരുന്നു. ഞാൻ ഇപ്പൊ ഇത്രയും നേരം വണ്ടിയിൽ ചൂടാറ്റാൻ വേണ്ടി നിന്നത് അവിടെ ആയിരുന്നു. ആ കാണുന്ന താഴെ കാണുന്ന വില്ലേജില് പൊളി, നല്ല അടിപൊളി വൈബ് തരുന്നുണ്ട് കേട്ടോ അതില് പോകുമ്പോ. അപ്പോൾ സേലത്തേക്ക് വരുമ്പോ അറുന്നാത്ത് മല അത് മിസ് ചെയ്യരുത്. വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. ബൈക്കായിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. റോഡ് ട്രിപ്പാണ്, നല്ല ട്രിപ്പായിരിക്കും. തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗികളും ഗ്രാമീണ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. അതുപോലെ തന്നെ കൃഷിയിടങ്ങളും എല്ലാം ഈ ഒരു റൂട്ടിലുണ്ട് എന്നുള്ളത് വളരെ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ഏതാണ്ട് അറുന്നൂത്ത് മലയിൽ എത്താനായിട്ടുണ്ട്. ഇനി വലിയ ദൂരമൊന്നുമില്ല അറുന്നൂത്ത് മലയിലേക്ക്. അറുന്നൂത്ത് മല എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാലാവസ്ഥയും കൊള്ളാം. ഒരു നായൊക്കെ നമ്മുടെ പിന്നാലെ കൂടുന്നു. ഓണ്ട് കൂടട്ടെ, ഓന്റെ പീറയും പൂതി തീരട്ടെ. ഇവിടെ കൃഷി ചെയ്യുന്നു ഗ്രാമീണരുടെ സ്വന്തം വണ്ടി. ഗ്രാമീണയുടെ തമിഴ്നാടിന്റെ സ്വന്തം വണ്ടി. മോനെ പറുദീസ. അയ്യോ, ഇവിടെ ഒന്ന് നിർത്തേണ്ടി വരുമല്ലോ നമ്മള്. പൊന്നളിയാ, ലുക്ക് അത് കാണാം. ഇവിടെ ഇങ്ങനെ നെൽകൃഷി ചെയ്തേക്കുവാണ്. അങ്ങോട്ടേക്ക് നോക്കിയ മലനിരകള് അതിമനോഹരമല്ലേ. അതിമനോഹരമായുള്ള സ്ഥലം. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഇവിടെ 1-2 വീടുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാം. അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ആ നായ എന്താവോ, ആ നായിൻ്റെ മോൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഞാൻ പറഞ്ഞില്ല അറിയണ്ട. കൃഷിയിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മറച്ചിട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് ഒരു ചെറിയൊരു ഷെഡ്, വീടല്ല തോന്നുന്നു. ഇതൊരു വീടാണ്. കറണ്ട് ഉണ്ട് കണ്ടില്ല. അതുപോലെ തന്നെ അതൊരു ഇനിയൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ എൻട്രി ആവുന്നത്. നിൽക്കുന്ന സ്ഥലം മോനെ വല്ലാത്തൊരു ഫീലിന് കേട്ടോ. വരാം മക്കളെ, വന്ന് കാണാം.
നമ്മൾ തമിഴ്നാട്ടിൽ ഒരുപാട് ഹിൽ സ്റ്റേഷനുകളുണ്ട്, ഒരുപാട് മലകളുണ്ട് നമുക്ക് കയറാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നമുക്ക് കൊടൈക്കനാലിൽ ഊട്ടിയിലെ പോലത്തെ കാലാവസ്ഥയല്ല ഇവിടെ നിന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ കുറച്ച് താഴേക്ക് പോയത്. അല്ലാന്നാണെങ്കിലുണ്ടല്ലോ ഈ ഒരു സ്ഥലമൊന്നും ഒരിക്കലും താഴെ പോവില്ല. ഇവിടെയൊക്കെ ഈ ഒരു ചൂട് കാലാവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ പറയുവാണെങ്കിൽ ചൂടൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. ആ ഒരു പർവ്വതമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്താ അതിൻ്റെ ഒരു ഭംഗി. കൊള്ളാമല്ലേ. ഇവിടെ നമ്മുടെ വണ്ടിയും കൂടി ഇങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ എങ്ങനെയുണ്ട്? ആഹാ, സൂപ്പറായില്ലേ. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. കുറച്ചുകൂടി മുന്നിലേക്ക് പോയാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുക. അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ഈ റൂട്ട് തന്നെയാണ് വരേണ്ടത്. ഞാനിപ്പോൾ നിന്നോർന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുന്നു. ഇവിടുത്തെ ഗ്രാമീണ വീടുകളാണിത്. ഇതൊരു ഗ്രാമമാണ്. ഇവിടെ ഒരു 8-10 വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അല്ല കേട്ടോ, 8-10 വീടൊന്നല്ല, അതിൻ്റെ താഴത്തേക്കാണ് വീടുകൾ കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. ചെറിയ സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ, ചെറിയ സ്കൂളാണ്. ആഹാ, പൊളി ഏരിയ കേട്ടാ. സത്യം പറഞ്ഞാൽ അന്ന് ആ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഏരിയകൾ കാണുമ്പോൾ എനിക്ക് ഇത്ര കണ്ട് മനോഹരമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങോട്ട് വരണം ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണം ഒരു ഫോറസ്റ്റ് നമ്മൾ കയറി. അതുപോലെ തന്നെ ഇതിന്റെ എൻഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ പറയുമ്പോൾ ഒരു ഗ്രാമത്തിൽ പോയിട്ടാണ് എൻ്റെ ആവുന്നത്. പക്ഷെങ്കിൽ നേരിട്ട് വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു ഭംഗി എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കണ്ണുകൊണ്ടത് കാണുമ്പോണ്ടല്ലോ കിട്ടുന്ന ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. അത് സ്ക്രീനിന്റെ ഉള്ളിൽ കൂടെ കാണുന്നത് പോലെ അല്ല മക്കളെ, നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ഫീലാണ്. അതിലൊക്കെ ഇപ്പൊ ആ ഒരു പർവ്വതത്തിന്റെ അടിവാരത്ത് കൂടെ ഒക്കെ വീടുകളുണ്ട്, അതിന്റെ താഴെ ഭാഗത്ത് കൂടെ ഒക്കെ വീടുകളാണുള്ളത്. അതൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ചെറുതായിട്ട് കാണുന്നുള്ളൂ. കൃഷിയിടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്താ നെല്ലോ ഉമ്മിയോ എന്തോന്ന് ഉണക്കമാണ് അവര്. പക്ഷെ ഞാന് അവിടുത്തെ ആ ഒരു വീടുകളുടെ കാഴ്ച കണ്ട് നിർത്തിയതാണ്. ഞാൻ അവിടെയുള്ള ആ ഒരു വീടുകളുടെ കാഴ്ച കണ്ട് നിർത്തിയത്. അതെന്ത് കമ്പ? ആ, കമ്പച്ചോറുണ്ടാക്കിയില്ലേ, ആ സാധനമാണോ അത്? ഞാൻ കുറച്ച് മുന്നിക്ക് എടുത്തത് കേട്ടോ. കമ്പച്ചോറ് അത്? ആ, ഓക്കെ. ഇതാണ് കമ്പച്ചോറ്. ഈ സാധനമാണ് ഞാൻ വാങ്ങിയത്. അതായത് കമ്പത്തിൻ്റെ പൂവാണത്. ഇതാണ് സംഭവം, ഇതാണ് സാധനം. ഇതുമെന്നാണ് അവരെടുക്കുന്നത്. പിന്നെ അരിച്ചരിച്ചെടുക്കണം. എന്നാ വണക്കം. പിന്നെ അരിച്ചരിച്ച് കേരള. ഇതെന്നാ പഴമാ? കാട്ടു പഴമാ അത്? எனக்கு ஒன்று கிடைக்குமா? உனக்கு ஒன்று கிடைக்கும். எவ்வளோ? കാശ് അരിച്ച അത് നമ്മളുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലൊക്കെ നെല്ലുണ്ടല്ലോ, നമ്മൾ പൊടി പാറ്റുന്നത്, ആ പരിപാടി തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇത് വിൽക്കരുതുക്കാ? ആ, சாப்பிடலாம். நீங்கள் இது சாப்பிட்றதுக்கா விற்கிறதுக்கா? சாப்பிட்றதுக்கு ரெண்டும் பண்ணலாம். வாங்கிறதுக்கு எவ்வளோ காசாகும் கிலோவுக்கு? கிலோ 70 ரூபாவா? 2000 ரூபா போதுன்னா 20 ரூபா കിലോ. ആ, 20 റുപ്യ കിലോ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥ. ഇങ്ങ വില്ലേജ് എങ്ക ഇതുവാ വീട്? കീഴയാ? മക്കളെ ഇവിടെ ഭയങ്കര വെയിലാണല്ലോ. ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാൻ പായം ചോദിച്ചിരിക്കണം, അടുക്കട്ടെ. ഇത് മന്താളപ്പഴം എന്ന് മന്താളപ്പഴം എന്ന് പറയുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ പേരാണ് മന്താളപ്പഴം. മന്താളം അതാണ് ഇതിൻ്റെ പേര്. കുറച്ച് നമ്മുടെ പൊണ്ണങ്കായ ഉണ്ടല്ലോ, അത് നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കണം ആ ഒരു ടൈപ്പ് പഴമാണ്. ഞാൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തരാൻ വേണ്ടി. നമുക്ക് കുറച്ച് കണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം ഇതന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കാട്ടിൽ ഇത് ഇങ്ങ വ്യവസായം പണ്ടതാ? അതെയാ? സാധനം കൊള്ളാം കേട്ടോ. ഞാനിതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓട്ടോ ലൈഫ് ചെയ്തായിരുന്നു തമിഴ്നാട്ടിൽ കൂടെ. അന്ന് ഞാൻ ചെയ്തൊരു തെറ്റെന്താന്ന് വെച്ചാൽ ഞാൻ ആളുകളായിട്ട് കൂടുതൽ ഇടപഴകിയില്ല എന്നുള്ളതാണ്. നമ്മൾ ആളുകളായിട്ട് കൂടുതൽ ഇടപഴകണം, കൂടുതലായിട്ട് സംസാരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത്. ഇവരെ പേടിച്ച് ഒഴിഞ്ഞു മാറി പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു പഴത്തിന് ഒരു പഴത്തിന് 20 രൂപയാണ് പുറത്തത്തെ വില എന്നാണ് ആ അമ്മ എന്നോട് പറഞ്ഞത്. അത് ഫുള്ളായിട്ട് വേണമെന്ന് ചോദിച്ചു പൈസക്ക്. ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് ഞാൻ കഴിക്കൂല, ഇതിന്റെ പൈസ വേണേ ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ നീട്ടിയപ്പോൾ അവർ വാങ്ങിച്ചതുമില്ല. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അവരോട് ഞാനിങ്ങനെ നാട് കാണാൻ വേണ്ടി വന്നതാണ്,
അപ്പൊ ഒരു പറയാ ഞങ്ങളെ നാട് കാണാൻ വേണ്ടി വന്നിട്ട്, അത് തമിഴിലാണ് പറയുന്നത്, ഇവിടെ പൂക്കളൊക്കെ കുറിച്ചത്, ഞങ്ങളുടെ നാട് കാണാൻ വേണ്ടി വന്നിട്ട് ഒരു പഴയെങ്കിലും തരണ്ടേ എന്നാണ് അവർ പറയുന്നത്. അടുത്തൊരു ഗ്രാമങ്ങൾ കൊണ്ട് ചെറിയ കല്യാണത്തില്ലേ, അത് വേറൊരു കാര്യം. ഞാൻ ഈ ഒരു പഴം ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ഇവരിവിടെ വ്യവസായം ചെയ്യുന്നതാണ്, പക്ഷെ ഇത് കാട്ടുപഴമാണെന്നാണ് അവർ പറഞ്ഞത്. ആ പണ്ണങ്കാലത്ത് തിന്നണ മാതിരിയാണ്. അത് തിന്നുമ്പോ നമുക്ക് ഏത് ടേസ്റ്റാണ് വരുന്നത്, അതുപോലെ തന്നെയാണ്. കൊള്ളാം. ഓക്കെ. ഇതിലെ പ്രൈവറ്റും KSRTC ഉണ്ടാവുന്നുണ്ട്. KSRTC ആണ് ഇവിടുത്തത്. KSRTC എന്ന് ചോദിച്ചണ്ട, നമ്മളതല്ല, തമിഴ്നാടിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇനി കുറച്ചും കൂടി ദൂരം ഉള്ളു കേട്ടോ. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവിടെ, വളക്കാപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് എനിക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ആണത്. അതിനെ കുറിച്ച് വലിയ അറിവില്ല. അപ്പൊ അവിടേക്കൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഈ ചേച്ചിമാരൊക്കെ ഉണ്ടാവും, ഇതൊക്കെ വളക്കാപ്പിൽ പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ വന്ന സ്ഥലം, നമ്മൾ വരണം കയറ്റിയ സ്ഥലം. ഇവിടെയും തന്നെ എന്തോ പരിപാടി നടക്കണ്ടല്ലോ. ഇവിടെ തന്നെ എന്തോ പരിപാടി നടത്തി. അതിന്റെ വണ്ടി എടുക്കട്ടോ, ഇവിടെ നിർത്തല്ലേ. ചെങ്ങന്മാരെ, ഞാനേ ഇവിടെ വന്നത് സത്യം പറഞ്ഞാല് കല്യാണത്തിക്കാണ്. വളരെ യാദൃശികമായിട്ടാണ് എനിക്ക് ഇനി ഒരു വില്ലേജിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു കല്യാണത്തിലേക്ക് എന്നെ ക്ഷണിച്ചവര് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. ഇവിടെ പപ്പടം പൊരിക്കലും അതുപോലെ തന്നെ ലൈവായിട്ട് ബജി, അതായത് കായ ബജിയാണ് തോന്നുന്നു ഉണ്ടാക്കുന്നുണ്ട്. പന്തിയിലേക്ക് കയറിയപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ചെറിയൊരു കല്യാണമാണെന്ന് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി. ഇതാണ് അവരുടെ വില്ലേജിനകത്ത് ഇതാണ് കല്യാണ വീട് എന്ന് പറയുന്നത്. ചെക്കനും പെണ്ണും എല്ലാം ആ ഒരു സ്റ്റേജിനകത്ത് ഇരിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമാക്കി തീർത്ത ഒരു സ്ഥലമാണ്. ഓൺ വോയിസ് ചെയ്യാത്തതിന്റെ കാരണം ഇവിടെ അവർ പാട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഞാനും തന്നെ ഇരുന്നു, എന്നോട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇരുന്നു. എന്തായാലും തമിഴ്നാട്ടിലെ ഒരു കല്യാണം കൂടുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അധികം സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. കാരണം ഇതുവരെ യാത്രയിൽ തമിഴ്നാട്ടിലെ ഒരു കല്യാണം ഒന്നും കൂടിയിട്ടില്ല. പണ്ടെങ്ങാണ്ട് ആന്ധ്രയില് വിളിക്കാത്തൊരു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചത് ഞാനും കുക്കും പോയി കഴിച്ചത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ ചെറുമട്ടത്തിലൊക്കെ പഴയ രീതിയിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പഴയ ടൈപ്പാണ്. ഇവിടെ എപ്പോഴും അതാണ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചോറ്, സാമ്പാർ, അതിലേക്ക് ബജ്ജി, പിന്നെ അതിലേക്ക് ഒരു ഉപ്പേരി, ഒരു പപ്പടം, ഇത്ര മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും വില്ലേജിൽ ചെറിയൊരു കല്യാണമാണെങ്കിൽ പോലും എന്നെ അവർ സ്വീകരിച്ചതും എന്നോട് സംസാരിച്ചതും ഒക്കെ അവരുടെ ഒരു അടുത്ത ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് എന്നുള്ള രീതിയിലായിരുന്നു. അവരും തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ വന്നതിൽ എന്നൊക്കെ. ഇവിടുന്ന് കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുറച്ച് പേരെ കണ്ടത്. ഇവരെല്ലാവരും എന്റെ വണ്ടൂരിൽ വന്ന് ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അവിടെ ഒരു വീട് പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് ഹാളില് 4 കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് വീടാണോ? അത് വീടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വില്ലേജിനകത്തേക്ക് കയറി. വില്ലേജിനകത്തേക്ക് അങ്ങനെ കയറി പോകുമ്പോൾ എല്ലാ വീടുകളും നല്ല കളർഫുൾ വീടുകളാണ്. പക്ഷെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വീടുകളാണ്. ഏതാണ്ട് നമ്മളുടെ ഒരു റൂം ആണ് ഇവരുടെ ഒരു വീടെന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ റൂം മാത്രമേ ഉള്ളതിനുണ്ടാവും. അതിൽ തന്നെയാണ് അടുക്കളയും അതുപോലെ തന്നെ ഇവർ കിടക്കുന്നതും ഇവരുടെ സാധനങ്ങൾ എടുത്തു വെക്കുന്നതും ഒക്കെ. മേൽഭാഗം ഷീറ്റിട്ടതും ഓടിട്ടതും വീടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. മട്ടയോ കമ്പിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മുള കൊണ്ടാണ് ഓടിട്ട വീടുകളുടെയൊക്കെ മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു വില്ലേജിൽ തന്നെയാണ് ഈ ഒരു വില്ലേജ്. ഈ ഒരു വില്ലേജിലേക്കാണ് ഞാൻ വന്നത്. ഇതിലേക്കുള്ള അറിവ് എനിക്ക് കിട്ടിയത് ഒരു വീഡിയോ മുഖേന തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതുപോലെയല്ല, എനിക്ക് വരുമ്പോ എന്റെ മനസ്സിലുണ്ടായതുപോലെയല്ല ഇപ്പത്തെ എന്റെ ചിന്ത എന്ന് പറയുന്നത്. എന്റെ ചിന്തയെല്ലാം ഇവർ മാറ്റിമറിച്ചു. കാരണം അത്ര കണ്ട് നല്ല മനുഷ്യരാണ് ഇവിടുത്തെ ആള്. ഇത് വേറെ വഴിയാണ്. ഞാൻ അപ്പുറത്ത്, അത് 2 വഴിയുണ്ട് ഈ ഒരു വില്ലേജിനകത്ത്. അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ നടന്നതാണ്. 2 സൈഡ് ഒരേപോലെ തന്നെ വീടുകളൊക്കെ ഉള്ളത്. വീടുകളുടെ നിർമ്മാണമൊക്കെ ഇങ്ങനെ ചുമര വെച്ച് നിർമ്മിച്ചിട്ട് പിന്നെ മുള വെച്ച്, അതുപോലെ തന്നെ അതിന് പിന്നെ കൗക്കോലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ മാതിരി കഴുങ്ങിൻ്റെ ഇതുകൊണ്ടാണ്. പിന്നെ ഓടന്നെയാണ്. പക്ഷേങ്കിൽ എല്ലാ വീടുകളും ഓടല്ല, ഷീറ്റും ഉണ്ട്. അതുപോലെ തന്നെ കളർഫുള്ളാണ് വീടുകളൊക്കെ. കണ്ട നല്ല കളർഫുള്ളാണ്, നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. നമുക്ക് ഈ റോട്ടിൻ്റെ 1/2 കിലോമീറ്റർ കൂടി പോയാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോയാൽ നമുക്കല്ലേ. അപ്പൊ ചങ്ങന്മാരെ, ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ റോട്ടിലൂടെ ഒന്ന് കയറുവാണ്. എന്ത് നല്ല മനുഷ്യരെങ്ങന്മാരെ ഇവിടെ ഉള്ളതൊക്കെ, എന്താ ഒരു സപ്പോർട്ട്. അവർ നമ്മുടെ നാട് കണ്ടിട്ടാണ് മെയിനായിട്ട്. വീടുകളുടെ നടുവിലൂടെ അങ്ങനെ പോവുകയാണ് ഞാൻ. നമ്മളുടെ നാട് അവര് വന്ന് കണ്ടിട്ടാണ് അവർക്ക് നമ്മളോട് ഇത്ര കണ്ടൊരു ബഹുമാനവും എല്ലാം ഉണ്ട്. അതിൽ ബഹുമാനമുണ്ട്,
ആദരവുണ്ട്, സ്നേഹമാണ്, എല്ലാം ഉണ്ട്. ഇതിൽ നമുക്ക് ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടെ ഒക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ആ മലന്റെ മേലെയൊക്കെ വില്ലേജുകളുണ്ട്. പക്ഷേങ്കിൽ ഇപ്പൊ ഈ വെയിലായതുകൊണ്ട് നമുക്ക് അവിടെ പോക്കും നടക്കൂല. ഇവിടെ നിൽക്കുവാണെങ്കിലൊക്കെ അവിടെ പോവാറുണ്ട്. പക്ഷെ നമ്മളും തന്നെ ഇവിടെ നിൽക്കണില്ലല്ലോ. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാലും ശോകമാണ്. ഇന്നിപ്പോ അവിടെ കല്യാണം ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല. നാളെയൊക്കെ ഇനി വർക്കിംഗ് ഡേ ആണ്. ഇവരാരും ഉണ്ടാവില്ല, അവരൊക്കെ പണിക്ക് പോകും. നമ്മൾ വെറുതെ സസ്യമാവും. അവിടെ നിന്ന് ഉച്ചക്ക് ചോറ് വെച്ച്, ഇന്ന് ചോറ് വെച്ചിട്ടില്ല നമ്മള്. ഉച്ചക്ക് ചോറ് വേണ്ട, ഇനിയിപ്പോ രാത്രിയൊക്കെയല്ലേ. രാത്രിയൊക്കെ മറ്റേ സാധനമല്ല നമ്മളടുത്ത്. ചേട്ടാ ഇവിടെ ഒരു ലോറി ഉണ്ട്, നമുക്ക് പോകില്ല. ഓ മൈ ഗോഡ്, ഇതിലെങ്ങനെ പോവാനാണ് നമുക്കൊരു പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ആ കമ്പില്ലേ, ആ കമ്പി ഉണ്ടാകുമ്പോ എങ്ങനെ പോവാനാ? അല്ല കമ്പി ഇരിക്കല്ലേ. പഞ്ചറാക്കുവോ? എല്ലാരും കൂടെ കൂടിയിട്ട് പഞ്ചറാക്കുവോ? പഞ്ചർ കിട്ടുവോ? അതാ ഞാൻ ചോദിച്ചത്. ഇതൊന്ന് തട്ടോ? ആ യൂട്യൂബ് ചാനല് ഇവരെല്ലാരും പാടെ കൂടിയാണ്ടേ പിന്നെ സൈസാക്കി. நீங்க ஏத்துங்க இல்ல பிரச்சனை இல்ல, நீங்க ஏத்துங்கண்ணே, அதுக்கப்புறம் போலாம். എത്ര ടൈം എടുക്കും? ഞാൻ ഓരോട് പറഞ്ഞു, അവരോട് കയറ്റാൻ എന്നിട്ട് പോവാന്ന് പറഞ്ഞു. പ്രശ്നമല്ല, ഒരു മാറ്റി തരുന്നതാണ്. പക്ഷെ എന്താണ് എനിക്ക് ഒരാൾക്ക് വേണ്ടിട്ട്. ഓക്കെ, ഫ്ലോറസ്റ്റ് 7 വേണം ഗാഡി. ഫ്ലോറസ്റ്റ് 71 വണ്ടിക്ക് പിന്നാടി ഇറങ്ങി. കേരള. ആ ശരി, മാറ്റാ. താങ്ക്സ്. കണ്ടങ്ങള് നമുക്ക് വേണ്ടിട്ട് ആ വലിയൊരു വണ്ടി ഒരു മാറ്റത്. ഞാൻ പറഞ്ഞു നിങ്ങള് കയറ്റിക്കോളി, ഒരു 5-6 കട്ടയും കൂടി ഉള്ളത് കയറ്റിക്കോളി, എന്നിട്ട് ഞാൻ പോയിക്കോളാം. പ്രശ്നമല്ല, നിങ്ങള് പോയിക്കോളി. ജന്മ മനുഷ്യരാണ്. നിലമ്പൂർക്ക് കൊണ്ടുപോണത്? നിലമ്പൂർക്കല്ല, മലപ്പുറം. മലപ്പുറം എങ്ക? തിരൂർക്കോ? തിരൂർക്ക് വരുന്ന സാധനമാണ് ഈ വണ്ടി കയറി കഴിഞ്ഞാൽ. തിരൂർക്ക് വരാൻ വേണ്ടി പറ്റും കേട്ടോ. നാട്ടിലുള്ള സാധനമാണ് ഈ വരുന്നത്. എനിക്കൊന്ന് കൊടുക്കുമ്പോ ഒരു സിന്ന പൊട്ടാ പോതും. സീതപ്പഴമാണ്, ഫ്രഷാണ് സാധനം. ഇപ്പോൾ ഇതിൻ്റെ വ്യവസായം എങ്ക നടക്കുന്നത്? ഇതെല്ലാം മരം തന്നെ. യാറിത് இதெல்லாம் ஓனரு? ஓனர் தான். இவரா? ஓகே. ஓனர் அங்கே இருக்குது, வேறு ஏரியாவில். லோடு எடுத்து மொத்தமாக வரும். அப்படியா? லைனில் போகிறதுக்கா? இது கிலோக்கு எவ்வளோ வருது இது காய்? கிலோவுக்கு 2 வரும். 2 വരും. ഞാൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ലോഡാക്കിക്കൊണ്ട് നിൽക്കണം. നല്ല സീതപ്പഴം കയറ്റി വരുന്നുണ്ട്. നമ്മളെ നാട്ടിലേക്കാണ്. ഹായ് ബ്രോ, നമ്മളെ നാട്ടിലേക്കാണ് കേട്ടോ. സാറായിക്കോട്ടെ. ഒരു നായ്ക്കുറുക്കനുള്ള സാധനം ഞാൻ ഇവിടെ കയറ്റി വിട്ടിരിക്കണേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കോളി കേട്ടോ. എൻ്റെ പേര് പറഞ്ഞാൽ മതി. അത് വരും. ഓക്കെ. ഇവിടെ ഈ കാണുന്നതാണ് ആ ഒരു വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ സേലം കാണാമെന്നാണ് അവർ പറഞ്ഞത്. സേലം കണ്ടിട്ടില്ലെങ്കിലും ഒരു ഡ്രോൺ വ്യൂ ഇട്ടു നോക്കാം നമുക്ക്. വയറെന്ന് അറിഞ്ഞിട്ടേ ഞാനാകെ എന്താ പറയുക, പെരുമ്പാമ്പ് ഇല ഉണങ്ങിയ മാതിരി ആയിക്കണേ. എനിക്ക് ഒന്നും വേണ്ട, കുറച്ച് നേരം എവിടെയൊക്കെ ഇരുന്നാൽ മതി നയിക്കണം. അതിന് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നാടാ ഇറങ്ങണം. അല്ല, ഇവിടെ കുത്തിരിക്കാം കേട്ടോ. ആടാ മോനെ, ഇതൊരു 1.5 വ്യൂ പോയിൻ്റ് തന്നെ കേട്ടോ. മോനെ അടിപൊളിയല്ലേ? അടിപൊളി ഏരിയ. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ആഹാ, ഞാൻ അവിടെ കല്യാണത്തിൻ്റെ അവിടുത്തെ ഏട്ടന്മാരിനോട് പറഞ്ഞേ ഞങ്ങൾ രാത്രി പോവും, സാധനം കൊണ്ടുപോകും, എന്നിട്ട് 2 പാക്കൊക്കെ അടിച്ച് ഇവിടെ മൂത്തിരിക്കുന്ന പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ഈ കാറ്റും അവിടെയൊക്കെ താഴത്തേക്ക് നോക്കിയ ലൈറ്റും. സേലം സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ കാണുമെന്ന് പറയുന്നുണ്ടല്ലോ, അതെവിടെയാണ്? ഓ, അവിടെയാണ്, ഒരുപാട് ദൂരെയാണ്. പിന്നെ ഏർക്കാട് നമ്മൾ പോകണമെന്ന് കരുതിയൊരു സ്ഥലമാണ്. ഏർക്കാട് മല എന്ന് പറയുന്നത് അതും തന്നെ സേലത്തിൻ്റെ ആ സൈഡിലേക്കാണ്. പറ്റുവാണെങ്കിൽ ഏർക്കാട് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോവാം. ഇല്ലാന്നാണെങ്കിൽ
ചെന്നൈ ഭാഗം പിടിക്കാം. നോക്കട്ടെ ഞാൻ ഏർക്കാട് ടൈം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒക്കെ നോക്കണേ. ഇത് കാഴ്ച ഉണ്ടോളി, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, ഒന്നും പറയാല്ല. ആഹാ ഓഹ് ഏഹ് ഹർണോത്ത് മല. ചെങ്ങന്മാരെ ഞാനിവിടുന്ന് ഇറങ്ങാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ വ്യൂ പോയിന്റ് കണ്ടിങ്ങനെ തിരിച്ചു പോകണ ഒരു കാഴ്ചയാണ്. നമ്മളുടെ വില്ലേജിൽ എത്തിയിട്ടില്ല. നമ്മുടെ വില്ലേജ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ ഏട്ടനുണ്ടെങ്കിൽ അയാളൊന്ന് കണ്ട് ഞാൻ നേരെ അങ്ങനെ പോകും. ഇനി വന്ന വഴി തന്നെയാണ് ഇറങ്ങാനുള്ളത്. ഇന്നത്തെ ഒരു ദിവസം തമിഴ്നാട്ടുകാർക്ക് നമ്മളോടുള്ള ഒരു മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കി തന്നൊരു ദിവസം കേട്ടോ. സ്നേഹമാണ് അവര് നമ്മളെപ്പോലെ തന്നെയാണ്. എല്ലാവരും അല്ല പറയണം, നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെയാണോ? എല്ലാവരും ഒരേപോലെയാണോ? എല്ലാവരും ഇവരോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറാറ്? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒന്നും ഓക്കെ അല്ല. പക്ഷെ ഇവരൊക്കെ ഈ വില്ലേജിക്ക് ഞാൻ കയറി അവിടെ തൊട്ട് സേലം മൊത്തത്തിൽ നമുക്ക് പറയാം ഓക്കെയാണ്. കാഴ്ച ഉണ്ടോ ഡയലോഗ് കൂടെ ഉണ്ടാവും ചെയ്യും. ഓക്കെയാണ്. അപ്പൊ പിന്നെ നമ്മള് എന്താ പറയാ, ഞാൻ മനസ്സിലാക്കണം നമ്മളെ ഇടപഴകുന്നതിന്റെ അനുസരിച്ചാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ റിട്ടേൺ നമ്മുടെ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഏട്ടനെ കാണുവാണെങ്കിൽ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇല്ലാന്നാണെങ്കിൽ ഞാൻ അങ്ങനെ പോകും. ആ ബൈക്കിൽ ഇരിക്കുന്ന ആളെ ഞാൻ നോക്കി പോകും. ഓർമ്മൊന്നും അടിക്കണില്ല എന്തായാലും. വേറാണ് சாப்பிட்டேல போதுண்ணே போதும். தேங்க்ஸ் அண்ணா, போயிட்டு வரேன். ஓகே பார்க்கலாம். கேரளாக்குள்ள வாங்க. சரி வரட்டா. ഓക്കെ താങ്ക് യു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഞാനത് പോയപ്പോൾ കണ്ടിരുന്നു, പക്ഷേങ്കിൽ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ തടഞ്ഞു. തടയെന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിലാട്ടോ, നല്ല രീതിയിൽ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടിയാണ്. വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. അതായത് ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഞാൻ പോകുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ സാറന്മാരാരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചോദിക്കണം എന്താ വെച്ചാൽ, പോകുമ്പോൾ എന്തേ പെർമിഷൻ എടുക്കാഞ്ഞെന്നുള്ളതാണ്. ഇവിടെ പെർമിഷൻ എടുക്കണം. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് പോസ്റ്റിൽ നിർത്തണം. അവരവിടെ കണ്ടിട്ടില്ലെങ്കിൽ നിർത്തുക. ചിലപ്പോൾ അവരോട് ടോയ്ലറ്റ് പോയതാവാം. അപ്പോൾ അവർ പറഞ്ഞു ടോയ്ലറ്റിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവാം, പക്ഷേങ്കിൽ ഇവിടെ നിർത്തി ഒന്ന് ഇറങ്ങി നോക്കണ്ടേന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ കുഴപ്പമില്ല. പക്ഷേങ്കിൽ അവർ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു. ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും വണ്ടി ചെക്ക് ചെയ്യും. പിന്നെ എവിടെ നിന്ന് വരുന്നത്, എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, യൂട്യൂബറാണ് പറഞ്ഞു. പിന്നെ ഷെയ്ക്കിൻ്റെ ആയി, പിന്നെ അവർ ഓക്കെ ആയി, ക്ലിയർ ആയി. പക്ഷേങ്കിൽ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഒന്നിലേറെ യൂണിഫോമിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരെ ഷൂട്ട് ചെയ്തില്ല. ഞാൻ പിന്നെ അവിടെ അങ്ങനെ പോരാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ, നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മൾ സൈൻ, അത് മാത്രം മതി. അത് കയറുമ്പോൾ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കണം. റിട്ടേൺ ഇറങ്ങുമ്പോൾ നമ്മൾ സൈൻ ചെയ്തിട്ട് വേണം പോവാം. കാരണം നമ്മൾ ഇറങ്ങി എന്നുള്ളതിന് തെളിവാണ്. ഓരേ നമ്മളുടെ എന്താ ബെഡ് കണ്ടിട്ട് ഒരു പറയണേ, അതിൽ സീനിയർ സാറുണ്ട്. ആ സാറ് പറയാം, എന്നടാ പക്ക പ്ലാൻ പോട്ട് പണിയിരിക്കാൻ, ഭയങ്കര പ്ലാനിങ്ങുള്ള പണ്ടനുള്ള പണിയിക്കണം. ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് ഓട്ടോയിൽ. ആളുടെ ബെസ്റ്റ് എന്താ പറയാ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവര് കൊള്ളാം. ഞാൻ വീണ്ടും അവരെ കുറിച്ച് പറയുന്നത് വെച്ചാൽ, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ നല്ല നല്ല ആളുകളെ, നല്ല നല്ല സാറന്മാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ ചിലപ്പോൾ മോശപ്പെട്ട അനുഭവങ്ങളോ ഉണ്ടാവാം. മോശപ്പെട്ട അനുഭവങ്ങൾ നമുക്കൊരു 100 ഉണ്ടായാലും ഇതുപോലത്തെ ഒരെണ്ണം മതി നമ്മൾക്ക് അതൊക്കെ മറന്ന് കളയാൻ വേണ്ടിയിട്ട്. ഇതുവരെ തമിഴ്നാട് കയറിയിട്ട് പോലീസോ ഫോറസ്റ്റോ ഒന്നും നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. തുടർന്നും അങ്ങനെ ആവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ വിധി പോലെ നോക്കുക. നമ്മളിപ്പോൾ ബേലൂരിൽ വന്നു. ഇനി ഇവിടുന്ന് ഞാൻ സേലം ഭാഗത്തേക്ക് തന്നെ പോകുന്നത്. നാളെ നമുക്ക് പറ്റുവാണെങ്കിൽ, സേലം ഭാഗത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ, നാളെ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു മലയും കൂടിയും കയറി നോക്കാം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടുണ്ടോ. ഇത് മണം തുടങ്ങിയിരിക്കുന്നത് ഇനി പറ്റാനാവോ? ഇനി ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ തന്നെയാവോ? സംഭവം ഞാൻ കൈയിട്ട് തന്നെ തിന്നത്. കുഴപ്പമില്ല, ടേസ്റ്റാണ്. പക്ഷേങ്കിൽ വല്ലാതെ തിന്നാൻ വേണ്ടി കഴിയില്ല. ഒന്ന് കുറേ ടൈമായില്ലേ. പിന്നെ ആ മാത്രത്തിൽ തൈരൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ ഇത് കളയും. ഇത് കളയാന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു,
കൈയിട്ട് വയറ്റി നിൽക്കണേ. ഫുള്ള് ക്ഷേത്രങ്ങളല്ലേ കാണുന്നത്. അപ്പൊ ഒരു ചർച്ച് കണ്ടപ്പോ ഒന്ന് കയറിയതാ. പക്ഷേങ്കില് CSI എന്ന് കൊടുത്തിട്ടുണ്ട് ബോർഡില്. തമിഴ് ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ വേണ്ടി വേണ്ട, അടച്ചിട്ടേക്കുവാണ്. ഞാന് പറ്റുവാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നാണെങ്കിൽ നിൽക്കും ചെയ്യും. അല്ല ആളില്ലാത്തോണ്ട് അല്ലെങ്കിൽ നമ്മൾ നിന്നു. ഇവിടെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രല്ല, നമുക്ക് മുന്നിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ചോദിച്ചു നോക്കാം. ഈ ഒരു ഏരിയ മൊത്തം ഒന്ന് കണ്ടോക്കി നിങ്ങള്, എന്ത് ഭംഗിയായിട്ടാ. അതായത് ഫുള്ളായിട്ട് ഈ പുളിമരായിട്ട് രണ്ട് ഭാഗത്തുനിന്നും അതിന്റെ ചില്ലകൾ ഇങ്ങനെ വന്ന് റോഡ് നിറഞ്ഞു നിൽക്കുവാണ്. ഈ ചർച്ചേ ഞാൻ നോട്ടിട്ട് പോയതാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു ആളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നത്തെ ദിവസം ഞാനിവിടെ നിന്നോട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, വണ്ടി വേണമെങ്കിൽ ചർച്ചിൻ്റെ ആ സൈഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, സുഖസുന്ദരമായിട്ട് കടന്നോളൂ, ആരെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഒരു പേടിയും പേടിച്ചണ്ട, അവിടെ കൊണ്ടുപോയിട്ടോളൂ, എൻ്റെ വീട് ഇതാണ്, ഒരു പേടിയും പേടിക്കേണ്ട. അങ്ങനെയെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. ഇപ്പം സമയം എന്ന് പറയുന്നത് 10:50. ഞാൻ എഡിറ്റിങ് റെൻഡർ ചെയ്തിട്ടിട്ടുണ്ട്. ഇന്നെല്ലാം സ്ലോ ആയിപ്പോയി, എന്താ പറയുക, ഒരു കഥയാണ്. എന്നാൽ പിന്നെ നാളെ കാണാം. 7 മണിക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.